ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ്. അപ്പോൾ നമ്മൾ ഇന്ന് പെരിന്തൽമണ്ണ ഭാഗത്ത് ഒരു മറൈൻ എക്സ്പോ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളതിൻ്റെ എൻട്രി ഒക്കെ ഉള്ള ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളൊരു വശം. ഇതിൻ്റെ മുന്നിലായിട്ട് പാർക്കിങ്ങിനുള്ള സൗകര്യം വിശാലമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിനകത്തേക്ക് പ്രവേശിക്കുന്നൊരു ഭാഗമാണ്. നമ്മളൊരു ഫിഷ് ഇങ്ങനെ വായ പൊളിച്ച് നിൽക്കുന്നൊരു രീതിയിലാണിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ടിക്കറ്റ് രൂപ വരുന്നത് 120 റുപ്പീസാണ് പെർ ഹെഡ്. അത് കുട്ടികൾക്ക് ഒരു 5 വയസ്സിന് മുകളിലുള്ളവർക്ക് എടുക്കണം എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ കയറി വരുന്ന ഭാഗത്തുള്ള ഒരു സീന്. സെൻട്രൽ ഭാഗത്തായിട്ട് കുറച്ച് പുഷ്പങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അകത്തോട്ട് വരുമ്പോൾ ഇതേപോലെ കുബിക്കുകളായിട്ട് പിന്നെ മത്സ്യങ്ങളെ ചെറുതും വലുതുമായിട്ടുള്ള അലങ്കാര മത്സ്യങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. എന്തായാലും കുട്ടികൾക്ക് വളരെ മികച്ച ഒരു അനുഭവം സമ്മാനിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പെരിന്തൽമണ്ണക്കാരോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണ പരിസരത്തുള്ളവരോ ആണെങ്കിൽ ഇവിടെ സന്ദർശിക്കാൻ എന്തായാലും മറക്കരുത്. എന്തായാലും കുട്ടികളുമായിട്ട് ഇവിടെ സന്ദർശിക്കുക, നല്ലൊരു അനുഭവമാണ്. പിന്നെ ഈ ക്യൂബിക്കുകളുടെ ഒക്കെ മുമ്പിലായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും മീനുകളുടെ അതായത് നമ്മളൊരു 3D എഫക്റ്റിൽ ഫോട്ടോ എടുക്കാനൊക്കെ മികച്ച ഒരു അനുഭവം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ചുറ്റുഭാഗം മീനുകളുള്ള ഒരു സ്ഥലത്ത് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുത്ത പോലെ ഒരു മികച്ച അനുഭവം തന്നെ ആയിരിക്കും സമ്മാനിക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ഒരുപാട് കളർ പല നിറത്തിലും പല വെറൈറ്റിയിലുള്ള വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് തരം മത്സ്യങ്ങളാണ് ഇതിലുള്ളത്. എനിക്ക് എല്ലാ തരം മത്സ്യങ്ങളുടെയും പേരോ മറ്റു വിവരങ്ങളോ അറിയാത്തത് കൊണ്ടാണ് ഞാനത് പേരോ മറ്റു വിവരങ്ങളോ എടുത്ത് പറയാത്തത്. അപ്പോൾ എന്തായാലും ഇത് അറിയുന്ന ആളുകൾ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇത് ഇന്ന മത്സ്യമാണ് ഇന്ന മത്സ്യങ്ങളാണ് എന്നുള്ളതോ. വലുതും ഉണ്ട്, ഒരുപാട് ചെറുതും ഉണ്ട്. ചെറുതിനൊക്കെ ഭയങ്കര ഒരു കളർഫുള്ളായിട്ടുള്ള ഒരുപാട് മത്സ്യങ്ങൾ ഇതിലുണ്ട്. വലുതാണെങ്കിൽ വലുത് എന്ന് പറഞ്ഞാൽ നല്ല മികച്ച വലുപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള തൂക്കവും കാര്യങ്ങളൊക്കെ ഉള്ള വലിയ മത്സ്യങ്ങളും സംഭവം ഇതിനകത്തുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷനാണ് നമ്മൾ കടലിനടിയിലൂടെ പോകുന്ന ഒരു തരത്തിലുള്ള ഫീലുള്ള ഈ ഒരു സംഭവം. ഇത് വളരെ മികച്ചൊരു സംഭവം തന്നെയാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ അത്ഭുതം സമ്മാനിക്കുന്ന ഒരു സംഭവമായിരിക്കും. കാരണം ഇത്രയും വലിയ മത്സ്യങ്ങളൊക്കെയാണ് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെയും സൈഡിലൂടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. നമ്മൾ കടലിനടിയിലൂടെ നടന്നു പോകുന്ന ഒരു ഫീലാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അതെന്തായാലും നല്ലൊരു അനുഭവമാണ്. ഈ ഒരു അനുഭവം നിങ്ങൾ എന്തായാലും നിങ്ങളെ കുട്ടികൾക്ക് സമ്മാനിക്കാൻ മറക്കരുത്. വളരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് ഒരു സംഭവം തന്നെയാണ്. ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവിടെ നല്ല തിരക്കാണ്. സൺഡേ ഞാനൊരു ഞായറാഴ്ച ദിവസമാണ് അവിടെ പോയത്. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ച അവധി ദിവസവും മറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളിത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ മറക്കരുത്. നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് ഇത്. ഞാൻ എടുത്ത് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സമയം അവിടെ ചിലവഴിച്ചതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. കാരണം വലിയ വലിയ മത്സ്യങ്ങളൊക്കെ നമുക്ക് തലയിലും മേലെ കൂടിയൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് എന്തായാലും അതൊരു അനുഭവം സമ്മാനിക്കാൻ ഒരു വേറിട്ട അനുഭവം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ മെയിൻ അട്രാക്ഷൻ, നമ്മുടെ മത്സ്യകന്യക. അതൊരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. അത് ഒരു ടാങ്കിനകത്ത് ഒരു മത്സ്യകന്യകയെ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ജീവനുള്ള മത്സ്യകന്യക തന്നെയാണ്. അപ്പോൾ അത് ഇതുപോലെ നമ്മുടെ അടുത്ത് വരും. 3 ഭാഗത്തുനിന്നും 4 ഭാഗത്തുനിന്നും ഇത് കാഴ്ചക്കാർക്ക് കാണാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവർ ഓരോ സമയത്ത് ഓരോ സൈഡിൽ വന്നിട്ട് ഇതുപോലെ കുട്ടികളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്ത് നല്ല രീതിയിലുള്ള അനുഭവമൊക്കെ സമ്മാനിക്കും. രസകരമാണ്. അപ്പോൾ മത്സ്യകന്യകയെ കാണാനാണ് അവിടെ കൂടുതൽ തിരക്ക്. അത് ലേഡീസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ മത്സ്യകന്യകയെ കാണാൻ വലിയ തിരക്ക് തന്നെ അവിടെ ഉണ്ട്.
അപ്പോൾ അത് അവിടുത്തെ അവസാന ഐറ്റമാണ്. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയ ഇതുപോലുള്ള സ്റ്റാളുകളാണ് നമുക്ക് കാണാൻ കഴിയുക. ഒരുപാട് ഐറ്റംസ് വാങ്ങാനും ആസ്വദിക്കാനൊക്കെ ഉള്ള സ്റ്റാളുകൾ അവിടെ ഉണ്ട്. ടോയ്സും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉള്ള സ്റ്റാളുകളാണ് പിന്നെ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. അതിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മൾ കാണാത്ത ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഇതുപോലുള്ള യന്ത്രൂഞ്ഞാലുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് പുറത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ മെയിൻ ഒരു അട്രാക്ഷൻ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഈ കാണുന്ന സംഭവം. ഇതിനെന്താ പറയുക, ജോയിൻറ്റ് വീലോ അങ്ങനെ എന്തോ ആണ് പറയാൻ വിചാരിക്കണോ. ഇതിന് ടിക്കറ്റ് വേറെ എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയത്തില്ല. ആരെങ്കിലും അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, ഇവിടെ പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ. കാരണം ഞാൻ അവിടെ പോയത് ഫാമിലി ആയിട്ടല്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പിന്നെ കയറിയിട്ടൊന്നുമില്ല. അപ്പോൾ ആരെങ്കിലും പോയവരുണ്ടെങ്കിൽ അറിയുമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ. ഒരുപാട് അട്രാക്ഷൻ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ, കുട്ടികൾക്കുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ ആ ഹോഴ്സ് റൈഡും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹോഴ്സ് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കുട്ടികൾക്കും മറ്റു വലിയവർക്കും ഒക്കെ ആയിട്ടൊരു ഹോഴ്സ് റൈഡിങ്ങും കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആസ്വദിക്കേണ്ടവർ അതും ആസ്വദിക്കുക. ഓക്കെ, താങ്ക് യു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കാതെ ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.